ഹായ്. അപ്പോൾ ഇന്ന് ഒരുങ്ങി റെഡി ആയിട്ട് എവിടെ പോകുന്നതെന്നറിയാമോ? ഒരു മൂവിക്ക് പോവാണേ. അപ്പോൾ മാമ്പാട്ടിക്കൂട്ട് സ്കൂളിൽ പോയി. മിഷൂട്ടി ഉണ്ട് വീട്ടിൽ. മിഷൂട്ടിയെ കൊണ്ട് എന്തായാലും സിനിമയ്ക്ക് പോകാൻ പറ്റത്തില്ല. അന്ന് മജുവായിട്ട് വന്നപ്പോൾ ലാസ്റ്റ് വാഴ 2 വന്നു കാണാൻ പോയപ്പോൾ എൻ്റെ ദൈവമേ, അവളെയും കൊണ്ട് ഒരു വിധത്തിലാണ് ആ സിനിമ ഒന്ന് കാണാൻ തീർത്ത് കണ്ടത്. അവൾ അടങ്ങിയിരിക്കത്തേ ഇല്ല. മാമാട്ടി പക്ഷേ സിനിമയൊക്കെ കാണാൻ ഇഷ്ടം കേട്ടോ. അവൾ അടങ്ങിയിരുന്നോളും. അപ്പോൾ രണ്ടുപേരെയും കൊണ്ടുപോകാൻ അതൊന്ന് ഫ്രീ ആയിട്ട് പോയൊരു മൂവി കാണാൻ പോവാണേ. അപ്പോൾ അപ്പു ഉണ്ട് കൂടെ, ഞാനും അപ്പും കൂടെ. ആദ്യം ഞങ്ങൾ ആക്റ്റീവയ്ക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പം അപ്പുവിൻ്റെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞ് പത്തനംതിട്ടയിലൊക്കെ നല്ല മഴയാണെന്ന്. കാരണം നല്ല കോള് കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾ പകുതി ചെന്നപ്പോഴേ. അപ്പോൾ ഒരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞ് അവിടെയൊക്കെ നല്ല മഴയാണെന്നാണ് പറഞ്ഞത്. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിയുമ്പോൾ മഴ പെയ്യുന്നത് ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിട്ടോ. ഇങ്ങനെ മഴയൊക്കെ പെയ്താൽ എനിക്ക് ഭയങ്കര ഒരു കയറുക. അപ്പോൾ ഞാൻ അപ്പൂനോട് പറയുകയും ചെയ്തു, അവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ല മഴയായിരിക്കും അല്ലേന്ന്. അതുപോലെ ഒരു മൈലപ്ര ആയപ്പോഴത്തേക്കിനും ചാറി തുടങ്ങി. അങ്ങ് അടുക്കാറായപ്പോഴത്തേനും മഴ കൂടി വരുമായിരുന്നേ. അവിടെയൊക്കെ രാവിലെ തൊട്ടേ ആ സൈഡിൽ മഴയാണ്. പക്ഷേ നമ്മുടെ വീടിൻ്റെ അവിടെ ഒന്നും രാവിലെ ഒന്നും മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കണ്ട നല്ല ഇടിച്ചു കുത്തി പെയ്തുകൊണ്ടിരിക്കുവാണ് മഴയെ. ഞാൻ ഓടിയാണ് ചേട്ടനകത്തോട്ട് കയറിയത്. ഞാൻ അപ്പൂനോട് ഇങ്ങനെ പറഞ്ഞു, അപ്പൂ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നല്ല വെയിൽ കണ്ടാൽ മതിയായിരുന്നു, ഇപ്പം മഴയായിരുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ചുട്ടിപ്പാറയാണ് കാണുന്നത്. നല്ല മഴയൊക്കെ പെയ്ത് നല്ല രസം ഇവിടുന്ന് ഇങ്ങനെ കാണാനെ കൊണ്ട്. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡാണ് ഇവിടെ പത്തനംതിട്ടയിലെ. അപ്പോൾ ഞങ്ങളത് ആ തിയേറ്ററിൻ്റെ അടുത്ത് അടുക്കാറായി. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുവാണ്. അത്യാവശ്യം തിരക്കൊക്കെയാണ്. ഞങ്ങൾ രാവിലത്തെ 11 മണിയുടെ ഷോ ആണ് കാണാൻ പോകുന്നത്. അപ്പം ട്രിനിറ്റിയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞാൻ മൂവി ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ട്രിനിറ്റിയുടെ അടുത്തൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ തിയേറ്ററിൽ ചെല്ലുവാണ്. അപ്പം ഞാൻ കാണാൻ പോകുന്ന സിനിമ ഇതാ ഇപ്പം കാണിച്ചു തരും. മഴ പെയ്ത് ഓടിയാണ് കയറിയത് കേട്ടോ. തുടക്കം സിനിമയാണ് കാണാൻ പോകുന്നത്. അപ്പം മോഹൻലാലിൻ്റെ മോളുടെ മൂവിയല്ലേ. അപ്പം അതൊന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെയൊന്നും നമ്മളെപ്പോഴൊന്നും സിനിമയ്ക്കൊന്നും കാണാൻ പോകാറില്ല. അപ്പം നമുക്ക് ബാൽക്കണിയാണ് ടിക്കറ്റ് കിട്ടിയത്. അപ്പം ബാൽക്കണി നിന്ന് മൂവിയൊക്കെ തുടങ്ങാൻ പോകാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ മൂവിയൊക്കെ തുടങ്ങി. ഇൻ്റർവെല്ലായപ്പോൾ ഞാൻ അപ്പൂനെ വിട്ടു. അപ്പു പോപ്കോണും പെപ്സി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അപ്പു പോയി പോപ്കോണൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ മൂവിയെപ്പറ്റി പറയുവാണെങ്കിൽ നല്ല സൂപ്പർ മൂവിയാട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു കണ്ടിരിക്കാൻ നല്ലൊരു സിനിമയാണേ തുടക്കമേ. അപ്പം മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു 1:45 സമയമോളമായി. അപ്പം ഞാനും അപ്പും കൂടെ പറഞ്ഞ് എന്നാൽ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പൂനോട് പറഞ്ഞ് ഏതെങ്കിലും നല്ലൊരു ഹോട്ടലൊക്കെ തപ്പാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലും മൂവി കണ്ട് ഇറങ്ങിയപ്പം ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നേ. അപ്പോൾ നമ്മൾ കയറിയ ഒരു കാലാവസ്ഥയല്ലായിരുന്നു മൂവി കണ്ട് ഇറങ്ങിയപ്പോഴേ. അപ്പം അങ്ങോട്ട് മഴയാണെങ്കിൽ ഇപ്പം ചൂട് കൊണ്ട് വയ്യ കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ KFCയുടെ ഓപ്പോസിറ്റുള്ളൊരു ഹോട്ടലാണ് നമ്മൾ കഴിക്കാൻ പോയത്. അപ്പോൾ നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അപ്പോൾ ഒരു പെരിയും ഞാനൊരു ബിരിയാണി ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. ഓർഡർ ചെയ്തിട്ട് അപ്പം ഒരു 10-15 മിനിറ്റ് എടുത്ത് വരാനൊക്കെ ഉണ്ടേ. നല്ല വിശപ്പായിരുന്നു കേട്ടോ. എന്നാലും നല്ല സൂപ്പർ ബിരിയാണിയാണ്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും ടേസ്റ്റുള്ള ബിരിയാണി കഴിച്ചിട്ടില്ല. കാരണം നല്ലതായിട്ട് ഒന്നെങ്കിൽ ചിക്കൻ എരി കാണത്തില്ല, ഉപ്പ് കാണത്തില്ല. ഇത് നല്ല കറക്റ്റായിരുന്നല്ലോ. നല്ലതായിട്ട് ഉപ്പും എരി എല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം കല്യാണി പറഞ്ഞ പോലെ മാക്കം അവിടെ ഇരുന്ന് ഞാൻ ബിരിയാണി കഴിച്ചു. അപ്പോൾ പെരിയും കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഓപ്പോസിറ്റാണല്ലോ KFC. അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണ്ടേ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇന്ന് ഫ്രൈഡേ അല്ലേ, അപ്പോൾ ഓഫറും ഉണ്ടായിരുന്നേ. അവിടുന്ന് KFC ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിൽ പോയത്. അതിന് തൊട്ട് ചേർന്നിരിക്കും നമ്മുടെ പെനി ഐസ്ക്രീം ഇല്ല. അന്ന് ഞാൻ പെനി ഐസ്ക്രീം വീഡിയോ ഇട്ടായിരുന്നല്ലോ. അപ്പം ലാസ്റ്റ് മജുവാട്ടിനോട് വന്നപ്പോഴാണ് അവിടെ പോയത് കേട്ടോ. അപ്പം അവിടെ കയറിയ ഒരു ഐസ്ക്രീമും കഴിച്ചു. ഞാനൊരു ഇതാണ് വാങ്ങിച്ചത് കേട്ടോ, ടെൻഡർ കോക്കനട്ടിൻ്റെ. അപ്പു ചോക്ലേറ്റും കഴിച്ചേ. വയറ്റിലെ സ്ഥലമില്ലായിരുന്നെങ്കിലും ഞങ്ങൾ കഴിച്ചു. പിന്നെ ഒരെണ്ണം ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചു. എന്നാൽ കാറിൽ ഇരുന്നുകൊണ്ട് കഴിക്കാമെന്നേ. അത് ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ ആയിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ച് പകുതിയായപ്പോൾ ചേച്ചി പറഞ്ഞു കോഴഞ്ചേരി കൂടെ പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ ചേച്ചിക്ക് ഇത് ഐസ്ക്രീം കൊടുക്കാനെ കൊണ്ടാണ് വെച്ചത്. പക്ഷേ പകുതിയായപ്പോൾ ചേച്ചി പറഞ്ഞ് ലേറ്റ് ആവുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞേ. അതുകൊണ്ട് എന്തായാലും അത് അലിഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം അത് ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഞാൻ കഴിച്ചു വണ്ടി ഇരുന്നുകൊണ്ട്. പ്രാഷൻ ഫ്രൂട്ട് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പുളി എന്നാലും പുളി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും ഇത് കേട്ടോ. മാമാട്ടിക്കുട്ടി 4 മണിയാകുമ്പോൾ വരില്ല. മാമാട്ടിയുടെ ബസ്സിൻ്റെ നേരെ പുറകിലാണ് ഞങ്ങൾ വിട്ടുപിടിച്ചത് കേട്ടോ. ഞങ്ങളും അവിടെ ബസ് ഒരുമിച്ചാണ് വന്നത്. അപ്പം വീട്ടിൽ വന്നിട്ട് രണ്ടുപേർക്കും KFC ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോഴത്തേനും മിഷൂട്ടി ചാടി വലിയൊരു പീസ് എടുത്തേ. ഞാൻ അവിടെ കയ്യിൽ കൊള്ളത്തില്ല. പിന്നെ അവൾക്ക് ഞാനൊരു ചിക്കൻ്റെ ലെഗ് പീസിൻ്റെ ഒരു ചെറിയ കഷ്ണം കൊടുത്തേ. രണ്ടുപേരും അവിടെ ഇരുന്നുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. മാമാട്ടിക്ക് നേരത്തെ ഭയങ്കര ഇഷ്ടമാണ് KFC ഒക്കെ കേട്ടോ. മിഷൂട്ടിയും കഴിച്ചു. രണ്ടുപേരും അപ്പം അടിപൊളിയായിട്ട് മിഷൂട്ടിനെ നോക്കുക. അമ്മയെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ബൈ.